എല്ലാ കൂട്ടുകാർക്കും AR ഗ്രാഫിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC ഓൺ ടൈം രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോ എങ്ങനെ സെറ്റ് ചെയ്യാം ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ എന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. പാസ്പോർട്ട് സൈസിൽ സെറ്റ് ചെയ്ത ഒരു ഫയലാണ്. ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ഞങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടുന്ന് നിങ്ങൾക്ക് അത് നോക്കിക്കാണാവുന്നതാണ്. ഇവിടെ ഞാൻ ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ PSC പറയുന്ന ഡിമെൻഷൻ ഒന്ന് നോക്കാം. ഇതാണ് PSC പറയുന്ന സൈസ്. ഇമേജ് ഡിമെൻഷൻ 150 വിഡ്ത്തും 200 ഹൈറ്റും പിക്സൽസിലാണ് പറയണത്. 200 പിക്സൽസ് ഹൈറ്റും 150 പിക്സൽസ് വിഡ്ത്തും. അതിൻ്റെ സൈസ് വേണ്ടത് 30 KB ആണ്. ഈ ഒരു സൈസിലാണ് നമുക്ക് ഈ ഫോട്ടോ സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ഈ 150 വിഡ്ത്തും 200 ഹൈറ്റുമുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഫയൽ ന്യൂവിൽ പോകുന്നു. പിക്സൽസ്, ഇവിടെ നിന്ന് പിക്സൽസ് സെലക്ട് ചെയ്യുന്നു. വിഡ്ത്ത് 150, ഹൈറ്റ് 200, ദെൻ ക്രിയേറ്റ്. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് ഫോട്ടോയിൽ പോകുന്നു. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയറുമുണ്ട്, ഫോട്ടോയുടെ ലെയറുമുണ്ട്. രണ്ടും ഒരുമിച്ച് കോപ്പി ചെയ്യാണ്. കൺട്രോൾ കീ പ്രസ് ചെയ്ത് രണ്ടും സെലക്ട് ചെയ്തു. ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഫയലിൽ വന്ന ശേഷം ഡ്രോപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ കൺട്രോൾ മൈനസ് കൊടുത്തൊന്ന് സൂം ഔട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ചെറുതാക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ T ട്രാൻസ്ഫോം, ഫ്രീ ട്രാൻസ്ഫോം കൊടുത്തു. അതിനുശേഷം ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചെറുതാക്കുകയാണ്. ആവശ്യത്തിന് ചെറുതാക്കുക. വീണ്ടും കൺട്രോൾ പ്ലസ് കൊടുത്ത് വീണ്ടും ചെറുതാക്കുകയാണ്. ആവശ്യത്തിനനുസരിച്ച് ചെറുതാക്കുന്നു. ഇപ്പോൾ അവർ പറഞ്ഞ അളവിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൽ പേര് കൊടുക്കുക എന്നുള്ളതാണ്. പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്കി ടൂൾ ഉപയോഗിച്ച്, ഷോർട്ട് കട്ട് M ആണ്, ഇവിടെ ഒരു ബോക്സ് ഉണ്ടാക്കുന്നു. നമുക്കൊരു പേരും ഡേറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ടാണ്. അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് N ഒരു ന്യൂ ലെയർ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനകത്ത് നമ്മൾ വൈറ്റ് ഫില്ല് ചെയ്യണം. ഓൾട്ട് ബാക്ക് സ്പേസ് അടിക്കുമ്പോഴത്തേക്ക് ഫോർഗ്രൗണ്ട് കളർ ഇതിൽ ഫില്ലാവുന്നതാണ്. ഓൾട്ട് ബാക്ക് സ്പേസ്. കൺട്രോൾ D ഡിസെലക്ട്. അതിനുശേഷം ടെക്സ്റ്റ് ടൂൾ എടുത്തു. നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ ബ്ലാക്ക് ആയിട്ട് സെലക്ട് ചെയ്തു. ടൈപ്പ് ചെയ്യാനായിട്ട് ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ടൈപ്പ് ചെയ്യാണ്. കൺട്രോൾ A സെലക്ട് ഓൾ. സൈസ് 18 കൊടുത്തു. അതിനുശേഷം ഓക്കെ. മൂവ് ടൂൾ ഉപയോഗിച്ചതിനെ അല്പം കൊണ്ടുവച്ചു. വീണ്ടും ടെക്സ്റ്റ് ടൂൾ ടെക്സ്റ്റ് ടൂൾ എടുത്തു. സെലക്ട് ചെയ്ത് എൻ്റർ കൊടുത്തു. ഡേറ്റ് കൊടുക്കണം. ഡേറ്റ് കൊടുക്കേണ്ടത് നമ്മൾ ഫോട്ടോസ് ചെയ്യുന്ന ദിവസത്തെ ഡേറ്റാണ് കൊടുക്കേണ്ടത്. നമുക്ക് 11/11/2020 കൊടുത്തു. എൻ്റർ കീ കൊടുത്തു. വീണ്ടും ഒന്ന് ചെറുതാകാം. കൺട്രോൾ T ഫ്രീ ട്രാൻസ്ഫോം കൊടുത്ത് ശകലം ഒന്ന് ചെറുതാക്കുകയാണ്. അതിനുശേഷം ഈ ഗ്യാപ്പ് ശകലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുന്നത്
ഡേറ്റ സെലക്ട് ചെയ്തു. ഇവിടെ താഴെ ഈ ഭാഗത്ത് സൈസ് കൊടുക്കുകയാണ്. ഓക്കെ, 3 കൊടുത്തു, 3 പോയിന്റ് കൊടുത്തു, ഓക്കെ കൊടുത്തു. അല്പം ഉയർത്തി വയ്ക്കാം. നമ്മുടെ ഫോട്ടോ ആ പറഞ്ഞ ഡയമെൻഷനിൽ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കിനി സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സേവ് ആസ് ആണ്. നമുക്ക് സേവ് ആസ് വഴി തന്നെ ഒന്ന് സേവ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് ഷിഫ്റ്റ് കൺട്രോൾ എസ് കൊടുത്തു. സേവ് ഓൺ യുവർ കമ്പ്യൂട്ടർ, then JPG, സേവ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ സൈസ് കാണിക്കുന്നുണ്ട്. 48.6 KB ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സൈസ്. JPGയിലോട്ട് സേവ് ചെയ്യുമ്പോഴത്തേക്ക് 48.6 KB ആകും. നമുക്കതിനെ 30 KBയിലൂടെ സേവ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ഈ സ്മോൾ സൈസ്, ലാർജ് സൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനെ കുറച്ച് കൊടുക്കാം. ഇപ്പോൾ 11 ആയപ്പോഴത്തേക്ക് 42 ആയിട്ടുള്ളൂ. അതൊരു 9 കൊടുക്കാം. 9 കൊടുത്തപ്പോഴത്തേക്ക് 34 KB ആണ് അയക്കുന്നത്. 8 കൊടുക്കാം. 32, 7ലും 30.3 ഉണ്ട്. 6, 5 വരുമ്പോഴാണ് 29.3 വരുന്നത്. 29.3 വരുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കി നോക്കാം. അതിൻ്റെ ക്വാളിറ്റിയിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് തൽക്കാലം ഒന്ന് സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്തു. ഇനി നമുക്ക് ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫയൽ എക്സ്പോർട്ട് ആസ്. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ നമ്മൾ JPG സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ 26.3 KB ആണ് ഇപ്പോൾ അതിൽ സേവ് ചെയ്യുമ്പോഴുള്ള ഫയൽ സൈസ്. നമുക്ക് ഇതിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ കൂടുതലാണെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഫയലുകൾ അത്രയും കൂടുതലാണെങ്കിൽ ഇവിടുന്ന് ക്വാളിറ്റി എന്നുള്ളത് ഒരല്പം കുറച്ച് കൊടുക്കാം. അതിനുശേഷം എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്ത ശേഷം സേവ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ഫയൽ എവിടെയാണോ അപ്ലോഡ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും.